അറിയാം ഈ മലയോര മേഖലയിൽ ഫോറസ്റ്റ് എൻക്രോച്ച്മെൻറ്റ് അങ്ങനെ തന്നെ പറയണത്. ഇവിടുത്തെ ഇന്ന് കേരളം നമ്മൾ നോക്കിയാൽ ഏറ്റവും വലിയ കയ്യേറ്റക്കാരായി നിൽക്കുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ്. കാരണം അതിന് തെളിവായി പറയാൻ കഴിയും. നിയമസഭയിൽ കഴിഞ്ഞ ഇതിൻ്റെ മുമ്പത്തെ സഭയിൽ വന്നൊരു ചോദ്യത്തിന് നൽകിയ ഉത്തരത്തിൽ കഴിഞ്ഞ 20 വർഷത്തിൽ 10,600 ചില്ലാന ഹെക്ടർ ഭൂമി ഫോറസ്റ്റിന് കൈവശം വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ് കണക്ക്. അപ്പോൾ എവിടെ നിന്നാണ് ഈ ഭൂമി വരുന്നത്? ഇതുപോലെയുള്ള ഇപ്പം നമ്മൾ കാണുന്ന കൂരാച്ചുണ്ട്, ചക്കിട്ടപ്പാറ തുടങ്ങി ഈ മലയോര കുടിയേറ്റ മേഖലയിലെ പാവപ്പെട്ട കർഷകരുടെ ഭൂമി ഇതേപോലെ തിക്കിത്തിരക്കി എന്ത് ആധാരങ്ങളുണ്ടെങ്കിലും എന്ത് പട്ടയമുണ്ടെങ്കിലും അതിനപ്പുറം ഞങ്ങളുടെ രേഖയാണ് വലുത് എന്ന് പറഞ്ഞ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന കയ്യേറ്റത്തിൻ്റെ ഭാഗമാണ്. അതാണ് ഇപ്പം ഇവിടെ ഈ ചക്കിട്ടപ്പാറയിൽ നടക്കുന്നത്. 977 മുമ്പ് കുടിയേറിയ എല്ലാ കർഷകരെയും മാറി മാറി വന്ന എല്ലാ ഗവൺമെൻറ്റുകളും അംഗീകരിച്ചാണ്. അവർക്ക് പട്ടയം കൊടുത്തിട്ടുള്ളതാണ്, അവർക്ക് നികുതി കൊടുത്തിട്ടുള്ളതാണ്. ആ 977 മുമ്പ് ഭൂമിയുള്ള, ആധാരമുള്ള, പട്ടയമുള്ള, നികുതി എടുത്തിരുന്ന ഭൂമിയാണ് ഇപ്പോൾ വില്ലേജിൽ ഇവർ കത്ത് കൊടുക്കുന്നത്, നികുതി എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ത്യയിലെ ഏത് സംസ്ഥാനം നമ്മൾ പരിശോധിച്ച് നോക്കിയാലും ഒരു ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തിൻ്റെ അതിൻ്റെ ഫൈനൽ അതോറിറ്റി എന്ന് പറയുന്നത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റാണ്. റവന്യൂവിൻ്റെ പണി തന്നെ അതാണ്. അപ്പോൾ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ആധാരം കൊടുത്ത, പട്ടയം കൊടുത്ത ഭൂമിക്ക് പോലും അതിൻ്റെ മേലെ ഒരു അപ്പർ ഹാൻഡ് കൈകടത്താൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് സാധിക്കുന്ന ഏക പ്രദേശം കേരളമാണ്. അതിൻ്റെ ദുരന്തമാണ് ഇവിടെ അനുഭവം. ഫോറസ്റ്റുകാർ എഴുതി കൊടുത്താൽ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ നികുതി എടുക്കാതിരിക്കുന്നത്? ഒരിക്കൽ അതിൻ്റെ അതോറിറ്റി അവരാണ്. അതിൻ്റെ മുകളിൽ അവർക്ക് പരാതി ഉണ്ടെങ്കിൽ, ഫോറസ്റ്റിന് പരാതി ഉണ്ടെങ്കിൽ അതവർക്ക് കോടതിയിൽ പറയാം, കേസ് കൊടുക്കാം. എന്നിട്ട് കോടതി പറയണം ഈ നികുതി എടുക്കണോ എടുക്കണ്ടേ എന്നുള്ളത്. അതുവരെ സ്റ്റാറ്റസ് കോ നിലനിർത്താൻ പറയും. അതിന് പകരം കോടതിയിലേക്ക് പോകേണ്ട ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഡയറക്റ്റായിട്ട് ഈ പറയുന്ന വില്ലേജ് ഓഫീസറെയും തഹസിൽദാർക്കും കത്ത് കൊടുത്തുകൊണ്ട് നികുതി എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അവർ കുഴുവിനെ നികുതി എടുക്കില്ല. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അനീതി. അത് ഇവിടെയും പ്രാവർത്തികമാകുകയാണ്. കേരളത്തിലെ മലയോര മേഖലയിൽ പല സ്ഥലത്തും അവർ വളരെ ബുദ്ധിപൂർവ്വം പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുകയാണ്. മുമ്പൊക്കെ പുഴകൾ അക്കരെയാണ് ഫോറസ്റ്റ് ഉണ്ടായിരുന്നത്. ആ പുഴയുടെ ഫോറസ്റ്റിൻ്റെ അതിരിലൂടെ ആയിരുന്നു ജണ്ട ഉണ്ടായിരുന്നത്. ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ? പുഴയുടെ ഇക്കരെ വന്ന് ജണ്ട ഇടുക. ജനങ്ങൾ നോക്കി നിൽക്കുകയാണ്. ഇക്കരെ വന്ന് ജണ്ട ഇട്ട പുഴ അവരതായി. പിന്നെ ഒരു തുള്ളി വെള്ളം അതിന് എടുക്കാൻ പറ്റില്ല. കർഷകർക്ക് അവിടെ ഇറങ്ങാൻ കഴിയില്ല. സ്ത്രീകൾക്കോ മനുഷ്യർക്കോ കുളിക്കാൻ പോകാൻ പറ്റില്ല. ഒന്നിനും സാധിക്കില്ല. പുഴ അവരതാ. ഫോറസ്റ്റിലേക്ക് കയറിയാൽ എന്താണോ നിയമം, അതേ നിയമം പുഴയിലിറങ്ങിയാൽ. ഇത് മറ്റൊരു തരത്തിലുള്ള എൻക്രോച്ച്മെൻറ്റ്. അപ്പോൾ ഇത് വ്യാപകമായി നടക്കുന്നത് ഇവിടുത്തെ ഭരണാധികാരികൾ